അപ്പൊ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് സൺഡേ മാർക്കറ്റ്. അവിടെ എന്തൊക്കെ കിട്ടും, അതിൻ്റെയൊക്കെ പ്രൈസ് എന്താ, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് വീട്ടിലത്തെ വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരത്തേക്ക് പോവാം, ടൗണിലേക്കൊക്കെ പോവാം. വീട്ടിലത്തെ വണ്ടി എനിക്ക് ഇങ്ങനെ തരലൊന്നുമില്ല, ദൂരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഒരു ഒഴിവ് കിട്ടിയപ്പോൾ അമ്മ ഒരു ട്രിപ്പിന് പോവാം, അപ്പം വണ്ടി ഒഴിവുണ്ട്. അപ്പം ആ വണ്ടി എനിക്ക് കിട്ടും പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ ബാക്കിലിരിക്കാൻ പോകുന്ന ആൾക്ക് വലിയ ഡ്രൈവിംഗ് അറിയില്ല, വണ്ടി ഓടാൻ അറിയില്ല. സോ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇന്നലെ രാത്രി എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. ഈ ഓണത്തിൻ്റെ തലേന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, അതേമാതിരി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സൈറ്റഡ്. ഇനി സൺഡേ മാർക്കറ്റ് പോയിട്ട് കാണാം. ഓക്കെ, ഹോപ്പ്ഫുള്ളി അവിടെ ഒന്നും തീർന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ സമയം എത്രയായി? 12 മണിയാവാനായി. സോ ഒന്നും തീർന്നിട്ടില്ലായിരിക്കും നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഓ ഞാൻ ഇവളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് മൈ ഫ്രണ്ട് അജന്യ. ആൻഡ് കേറുമ്പോ നല്ല വെയിലായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് നൗ, ഇപ്പൊ നോക്ക്, മഴ. എടാ വെയിലായി. ഞാൻ സാരില്ല, നമ്മൾ ഇനി എന്തായാലും ഇതാക്കാം. എന്താ മഴ മൂഡ് സ്വിങ്സ് കാണിക്കുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം സൺഡേ മാർക്കറ്റിലായിരുന്നത്. അവിടെ എന്തോ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട്, നല്ല ക്രൗഡ് ഉണ്ട്. തിങ്ക് അവിടെ എന്തോ ഞാൻ വാങ്ങി തരാടെ. 100 രൂപ കൊണ്ട് ഞാനും ഉണ്ട്. ये कितना है? ये 150. ബാക്കി 50 20 20 വായിക്കോ. 20 30 40 50 60 ഇത് മൊത്തം 120 തോന്നുന്നു. തിങ്ക് അതൊരു നല്ല ഡീലാണോ ഇത്? എന്താ ഇത്? രസമില്ല ഇത്. 50 രൂപ 40 രൂപ. ഇതിന് 50 രൂപ 50 രൂപ. എനിക്ക് അവിടെ ലൈക്ക് ആവുന്നില്ല. നിനക്ക് എന്തേ ലൈക്ക് ആയോ? മാതിരി ലോങ് ഇതുണ്ടോ? അല്ല, അങ്ങനത്തെ അല്ല, പാന്റ് ഇല്ലാത്ത ഇതൊക്കെയാണ് സാധാരണ ഇത്രയും തിരക്കുണ്ടാവില്ല. അജന്യ, അതാ ഇതാണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്ന സാധനം. അതിന് എത്ര കഴിക്കാം? ഇത് എന്തേലും ഇപ്പൊ ഒരു 3 എണ്ണം ഉള്ളു. ഇതിനെത്രയാ ചേട്ടാ? എല്ലാത്തിനോ? ഇതിനോ? അത് അതിനെത്ര? ആ മഞ്ഞ 400. ഇതോ? ആ മഞ്ഞക്കോ? ഇത് നല്ല രസമുണ്ട്. പിൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിട്ട്, പക്ഷെ എനിക്ക് കൈയുള്ളണ്ട്. എന്താണ് ഇവിടെ ഒരു പൗച്ച്? ഇത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ അത്? പക്ഷെ എന്റെ കേസ് എല്ലാം തൽക്കാലത്തെ എക്സ്പെൻസീവ് ഉണ്ട്. ഞാൻ ഇപ്പൊ പെട്ടെന്ന് കൊട എടുത്തില്ലേ? 2 കൊട നമ്മൾ പിന്നെ കേറിക്ക. അതാ പെയ്ത്. അയ്യോ, അപ്പൊ ഒരു പാവം ഉണ്ടാവില്ലേ? മഴയത്ത് ഇതൊക്കെ നനഞ്ഞു പോവില്ലേ? ഇവിടെ ഫുൾ നൈറ്റ് വെയർസ് ഒക്കെ ഉള്ളത്. ഓക്കെ, ഇത് മഴ. ഈ മഴന്റെ മൂഡ് സ്വിങ്സ് കാരണം നമ്മൾ തോറ്റു. വേഗം എടുക്ക്. ഇവിടെ എന്താ സ്ലോയാ? ഓർഡറിങ്ങാ, ഫുൾ ഓർഡറിങ്ങാ. ഒരു ചേച്ചി അതാ പാണ്ടക്കെട്ടൊക്കെ അയച്ചു പോകുന്നു, ഫുൾ സാധനം മേടിച്ചിട്ട്. അത് നോക്ക് നീല ബാഗ് അയച്ചു പോകാൻ കണ്ടില്ല. നമ്മൾ ഫുൾ കമന്റ് അടിയാ. ഇവളാണ് എന്നെ കമന്റ് അടിക്കാൻ പഠിപ്പിച്ചത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പലതും കാണാം. ഇതൊക്കെ നോർമലി ഉള്ള ഷോപ്സ് ആണ്.
സൺഡേ മാർക്കറ്റിലാണ് കുറച്ച് ചീപ്പായിട്ടുണ്ടാവാം. അപ്പൊ നല്ല മഴ പെയ്ത് ഇതെല്ലാം ഹൽവ സ്റ്റോർ. നമ്മള് ഒത്തൻറ്റിക് ഹൽവ എന്തിലാണുള്ളത്. പൊട്ടത്തിയതാ പൊട്ടത്തി പോലും. അഭയം തേടിയിരിക്കുന്നത് ടോപ്സിന്റെ മുന്നിൽ ഒരു ഷോപ്പാണ്. പോയാലോ? എല്ലാരും എല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി മഴ പെയ്തിട്ട്. ചേച്ചി എല്ലാരും അഭയം തേടിക്കൊണ്ടിരിക്കുക. ഞാന് എന്താ പറയാ, കൊടേന്റെ അകത്താന്ന് പറഞ്ഞ കാര്യമില്ല, ഇവക്ക് മാത്രം പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പുറത്തിറങ്ങി നടന്നു. എന്താണ് ഇവിടെ ഇപ്പൊ ഒരു സൂപ്പർ ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ? നമ്മള് മഴ കഴിയുന്നവരെ കഷ്കേന്റെ ഉള്ളില് നമ്മള് ഡ്രസ്സ് നോക്കിയിട്ട് നിക്കും. കഷ്ക എവിടെ? കഷ്കയിന്റെ ഉള്ളിലേക്ക് ഒന്ന് ലെഫ്റ്റ് അടിച്ച കഷ്കാനോട് സ്റ്റോർ ഉണ്ട്. എനിക്ക് അത്ര കളക്ഷൻമാര് തോന്നിയിട്ടില്ല. അത് വലിയ ഷോപ്പാണ്. മാറ്റി നമ്മള് കഷ്കന്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തിണ്ട്. ഒരു ഫുൾ വൈറ്റ് വൈറ്റ് തോന്നുന്ന ഇല്ല, ഉള്ളോട്ട് പോകുമ്പോ വൈറ്റ് വൈറ്റ് ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? കിതയ്ക്കുന്ന സ്റ്റെപ്പ് കയറിയിട്ട് ഒന്നിന്റെ റേറ്റ് പറ. ഇങ്ങനത്തെ ടോപ്പിന്റെ റേറ്റ് വരുന്നത് 260 ഒന്നിന് 260. ഇവിടെ വേറെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അങ്ങോട്ട് ഫോളൻ ലവൊന്നുമില്ല. എന്റെ ഈ ടോപ്പിന് എത്ര പറയാൻ പറ്റും? ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ 1000 കണ്ടാൽ എത്ര പറയും പറഞ്ഞു? 300. എന്നാ ഇതിന് 150 ആണ്. എക്സ്പെൻസീവ്. എന്തിന് 10-30 ഒക്കെ ഉണ്ടാവുമ്പോ ഭംഗിയുണ്ടോ? ഇവിടെ 3/4 150 ഉണ്ട്. ബട്ട് ഡസന്റ് ലുക്ക് ഗുഡ്. അമ്മ കിതയ്ക്കുന്നു. എനിക്ക് ഈ പാൻറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 680 ഉള്ളൂ. ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്രൗഡാണ്. ഇതൊക്കെയാണ് കാഴ്ചകൾ. വെരി ക്രൗഡഡ് ആയിട്ട് മഴ ഇങ്ങനെ പോയി വന്ന് കളിക്കുമ്പോ നല്ല കാറ്റിന് ഇവിടെ ഒരു മരവും ഇല്ല. ഉണ്ടാവോ? നീ അത് പൊട്ടത്തിയാണോ? നീ പൊട്ടത്തിയാണോ? നീ തന്നെ. ഇത് ശരിയായി സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 3 500 രൂപയേ ഉള്ളൂ. ആക്ച്വലി ചീപ്പാ അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു അല്ലമീൻ ഹൽവ ഷോപ്സ് അതിൻ്റെ ഒക്കെ അവിടെ ലെഫ്റ്റിലോട്ട് പോകണം. കുറച്ചും കൂടി മാർക്കറ്റ് സാധനങ്ങളുണ്ടാവും. വലിയ ബലൂണ് ആക്ക് വേണോ? വേണമെങ്കിൽ മേടിച്ചു തരൂല. ഇവിടെ വാ കമ്മൽ കമ്മൽ കമ്മൽ. ചേട്ടത്തിന് എത്രയാ? 150. വേറെ കണ്ണിൽ അടക്കുന്നില്ല അല്ലേ? ഇത് സെയിം സാധനം തന്നെയാ. നല്ലുണ്ട്. ഇതിന് 150യാ? 150 നല്ല ഉണ്ട്. മേടിച്ചാലോ വരിക. എടുത്താലോ? അത് വേറെ കളറാ. എടാ നല്ല ഉണ്ടല്ലേ? നോക്കട്ടെ.
ആ രസമുണ്ട്. 150 ലാഭല്ലേ? ഇവിടെ പ്രശ്നമുണ്ടോ? വേറെയും പീസ് ഉണ്ട്. വേറെ ഇതിന് എത്ര ചേട്ടാ? ഇതിന് എത്ര? ഇതിന് 50. കളർ പോവാ? അത് ഇട്ടുതരും. ഇതാണോ? അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. നോക്കട്ടെ. ഇത് രസമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതേമാതിരത്തെ എന്റെ ഒരു സെറ്റിന്റെ അകത്തുണ്ട്. ഇന്നുള്ളത് ഇതാണ് കണ്ട. അല്ലെങ്കിലും ആൾക്കാരെ അട്രാക്ട് ചെയ്യും. യൂണോ, ഞാൻ പോണ ഷോപ്പിൽ പിന്നെ എപ്പോഴും ആൾക്കാർ വന്നോണ്ടേയിരിക്കും. എന്താ ചെയ്യാനാ, കഴിവ് കൂടിപ്പോയി. പിന്നെ നമ്മൾ 10 രൂപ ഒരു കമ്മലിനെ കുറച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. ചേട്ടാ താങ്ക് യു. ലോഡ്ജിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എടാ, മറ്റേ റോഷൻ മാത്യുവിന്റെ ഒരു ഫിലിം ഇല്ലേ, വയനാട്? ഞാൻ മുൻകൂർ ഫിലിം മനസ്സിലായപ്പോ ഇവളെ എന്നെ കേക്ക് വിടാനുണ്ട്. ഇതല്ലേ എടാ, ഇങ്ങനെ തന്നെയാ സെറ്റപ്പ്. മേലെ നോക്ക്, ഇത് തന്നെയാ മറ്റേ റോഷൻ മാത്യു, ശ്രീനാഥ് ബാസി. ആ റൂമിലാണ് ഒരു ഇതാക്കിയത്. ആളിവരോട് ചോദിച്ചാൽ പോലെ. ഇവിടെ ഒരു സിനിമേന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഒരു സിനിമേന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നോ പണ്ട്? ഇല്ല, സിനിമേന്റെ ഷൂട്ടിംഗ് നടന്നില്ല. ഇല്ല, ഓക്കെ. ഞാനൊരു 40-40 വർഷത്തിന് മേലെയായി. പക്ഷേ ഓർമ്മയിലില്ല. ഇല്ല, ഓക്കെ, ശരി. മാറിപ്പോയിന്നാ തോന്നുന്നു. പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ട് വരും. സിനിമ കണ്ടിട്ട് വരാം. ഇപ്പഴോ? അല്ല, അങ്ങനെ അതെന്നെ മാറി ഉണ്ട് കേട്ടോ. ഈ സാധനത്തിന് ഞാൻ ശരിയാക്കുന്നു. ഞാൻ എവിടെ പോകുന്ന കാണുന്നില്ല. ഇല്ല, നീ ബാക്കിൽ വരുമല്ലേ? ഞാൻ ഡാക്കിനിയ, എനിക്ക് മന്ദാത അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് അപ്രത്യക്ഷമാവും. എന്റെ ബാഗ് വേണം? ഓ, മേടിച്ചു തരാം. എന്റെ പൈസ എടുത്തിട്ട് ഞാൻ മേടിച്ചു തരാം. ഇപ്പം തന്നെ കമ്മലിന്റെ സ്പോൺസർ ഇവളാട്ടോ. എന്നിട്ട് സ്പോൺസറിന് ഞാൻ വൈകുന്നേരം തിരിച്ചു കൊടുക്കണം. ഒരു ഷോപ്പിൽ നല്ല നല്ല ഗ്ലാസിന്റെ ജാറെല്ലാം ഉണ്ട്. ഞാനൊരു 4 പൈസക്കാരി ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. എന്തെന്നാ ഹൈറ്റിലൊക്കെ നിൽക്കുന്നു. നീ കൂടെ പോന്നേ? ഇവിടെ പുട്ടുംകുറ്റീന്റെ വേറെന്തോ വേർഷൻ. മഞ്ഞക്കൊട ഉണ്ടോ? അവിടുന്ന് ഞാൻ കുറെ കൊല്ലം മുന്നേ നല്ല ഫാബ്രിക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞക്കൊട ഇല്ലേ? കൂടെ ഒന്നും ഇല്ല, കണ്ണും കാണൂല. കണ്ണട അതാരെ ബാഗായി തുറക്കുന്നേ? അതുകൊണ്ട് കളർ മാറിയിട്ടാ തോന്നാം. ഇതില്ലേ, ഈ സാരിക്ക് എത്ര? 200. 200. ഇനി ഇവിടെ വേറെ എന്താ നോക്കാം. ഇതൊന്നും എനിക്ക് കണ്ണിൽ ഉടക്കണില്ല. എനിക്ക് ആക്ച്വലി ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങണം. എനിക്കില്ലേ, ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങണമായിരുന്നു. ബട്ട് അതേമാതിരി ഷർട്ട് പീസ് മരത്തതാകുമ്പോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. എനിക്ക് ചോറ് കാണുന്ന പറഞ്ഞിട്ട് ഇത് വാങ്ങുന്നുണ്ട്. നിങ്ങക്ക് എന്ത് ബുക്കാ വാങ്ങണ്ടേ? ആക്രിമാരുണ്ടല്ലോ, പുറത്ത് കുത്തിയിട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? കുനിങ്ങി വേണേ കുനിയണം. എന്തൊരു മടിച്ചാ. ഞാൻ മഞ്ഞിടൂല. ഒന്ന് എടുക്ക്, എനിക്ക് നോക്കാം. പഴയ മറ്റേ പൗഡർ ടൈപ്പ്
പുതിയ ഷോപ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഇനി എത്ര ബാലൻസ് ഉണ്ട്? ഇല്ല. ഇവിടെ കൂടുതൽ ചെരുപ്പാണ്. പണ്ടൊക്കെ കല്യാണത്തിന് ഇങ്ങനത്തെ ചെരുപ്പില്ല. മീൻസ് കല്യാണം പെണ്ണ് എടുക്കുന്ന ചെരുപ്പ് ഇങ്ങനത്തെയായിരുന്നു. അപ്പോൾ തന്നെ കേറുന്നു ഇറക്കുന്നു. ഇപ്പൊ ഇവർക്ക് കാലിലായിട്ട് നമ്മളുടെ ജസ്റ്റ് നമുക്ക് ഇവിടെ കണ്ണടേന്റെ കാല് ഇതായിണ്ട്. കുഴപ്പമില്ലല്ലോ. പവർ ഉണ്ട്. പവർ എനിക്ക് തോന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കണ്ണിന് കുഴപ്പമുണ്ട് പാറയിട്ട് ഇല്ല, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തിട്ടോളൂ. ഭയങ്കര രസമുണ്ടല്ലേ. വലിയ കോഫി ബ്രേക്ക് നമ്മൾ തിരിച്ച് ഈ സ്ഥലത്താണ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ പൈസക്കാരായിട്ട് നമ്മളെ അമ്മ 500 രൂപ അയച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇത്രയും വലിയ എനിക്കെന്താ ഉറപ്പെടുക്കുന്നുണ്ട്. മൂക്കാണ് ചെറിയ ആരും എന്നെ പറ്റി പറയുന്നത്. നോക്ക്, നീ എന്നെ കുറ്റം പറയുന്ന, നീ അല്ല എന്നെ പറ്റി കുറ്റം പറയുന്ന, നീ അല്ല എന്നെ പറ്റി കുറ്റം പറയുന്ന. അത് അവിടെ വെക്ക്, അവിടെ വെക്ക്. തേനി സുത്തി ശരി. പിന്നെ ബായ് അറിയില്ല ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ. പിന്നെ ഇതിന്റെ ഉള്ളിലേക്കാണ് എനിക്ക് ഫുഡ് കൊണ്ടുവന്നത്. I remember എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേ വയ്യ. ഫാൻസിങ് പറഞ്ഞിട്ടാണ് എന്താ എടെ എന്താ കാണിച്ചത്? കമ്മലാണോ? കമ്മൽ അവിടെയൊക്കെ ഉണ്ട്, വലുതുണ്ട്. ആഹാ, രസമുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു മാല വേണമെങ്കിൽ ഇപ്പൊ വേണ്ട. ഈ മുല്ലമുട്ടിന്റെ മാല ഉണ്ടോ? എത്ര വരുന്ന? അല്ല, അതിന്റെ റൈറ്റിലുള്ള റൈറ്റില് ഒരു ലോങ് ചെയിൻ അത് മാത്രമായിട്ട് എത്ര വരുന്ന? അപ്പൊ അത് അതിന്റെ അടുത്തുള്ള അതിന്റെ മേലെ തൊട്ട് മേലുള്ള 1200 700 നിങ്ങൾക്കല്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഇതിന് 100 രൂപയാണ് വരുന്നത്. സോ ബഡ്ജറ്റ് ഇഷ്യൂസ്. ഇവിടെ മേടിച്ചില്ലെങ്കിൽ ഇപ്പൊ തൽക്കത്തെ വെക്കാം. കാരണം ഇപ്പം ഇപ്പോഴ് ചെറിയ ചൊറി വരുന്നുണ്ട്. എവർക്കും ചൊറിയുന്നുണ്ട് പറയുന്നത്. ഇവിടെ കുറെ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. അവിടെ ഇത് മറ്റേ പണ്ടത്തെ തുറക്ക് ഇവിടെ എന്താ ഇങ്ങനെ? ഞാൻ വീഡിയോ എടുക്കുന്നത് തുറന്നു വേണ്ട. ഇവിടെ കുറെ കമ്മലുണ്ട്. പക്ഷെ ഒന്നിലും കണ്ണ് വീഴുന്നില്ല. എന്തൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. നമ്മളൊന്നും മേടിച്ചില്ല. അപ്പൊ ഒന്നും വാങ്ങിയില്ല. എന്റെ മൂക്ക് നല്ല ചൊറിയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. പെയ്യും നിക്കും. അതാണ് ഇപ്പത്തെ അവസ്ഥ. ഇഡിയറ്റ്സ്. ബിരിയാണി കഴിയാത്ത സ്ഥലം ഓൾറെഡി പോയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. പൊട്ട്
പൊട്ടുന്ന സാധനം മറ്റേ സാധനം വീട് പൊട്ടിയോ പൊട്ടുന്നുണ്ട് ഇതാണ് ചിക്കൻ ബിരിയാണി റൈസ് പഴയ ടേസ്റ്റില്ല കൊണ്ടിരിക്കുകയാണ് ഒരു വ്യത്യാസമുണ്ട് ഈ പ്രൈസിന് എത്ര 80 ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് 80 നമ്മളെല്ലാ പരിപാടിയും കഴിച്ച് നമ്മൾ പോകാൻ പോവാണ് ഓ വയ്യ ഇതെല്ലാം കഴിച്ച് വയർ ഫുള്ളായി നമ്മളെന്താ ടെൻഷൻ അടിച്ച മുഖം സോ നേരെ എവിടുന്ന് നമ്മൾ വന്ന് SM ന്ന് നമ്മുടെ ബീച്ചിലോട്ടാണ് വന്നത് കുറച്ച് ഉപ്പ് കാറ്റടിക്കാൻ എവിടെ ഇരിക്കും നമുക്ക് അവിടെ ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ട് 3 ആൾക്കാരല്ലേ ഇതെടുത്ത് കഴിഞ്ഞ് ആ ഡേഞ്ചർ ഏരിയൻ്റെ അവിടെ കഴിഞ്ഞ് വലിയ ആൾക്കാരായിരിക്കൂലേ നമ്മളൊക്കെ പാവപ്പെട്ടവര് റീച്ചും ഇല്ല ഒന്നുമില്ല അവിടെ ഒരു കുട്ടി പൂക്ക പാടുന്നുണ്ട് ഈ വെച്ചിട്ട് പൂക്ക സോ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി സൊറ പറഞ്ഞ് ഇനി ഇവിടെ നല്ല ബ്ലോക്കാണ് ഞാൻ എന്റെ വഴിക്കും പോവാ ഇവിടെ വഴിക്കും പോവാ ബൈ ബൈ